നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നത്തെ കഥ കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടോ വന്നേ. എന്താണെങ്കിലും എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഇന്നത്തെ കഥയെ നമ്മൾ കാണുന്നേ ഒടുവില് വേദയും ശങ്കരനാരായണനും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ വേദയുടെ തീരുമാനം കേട്ട് കഴിഞ്ഞപ്പം ശങ്കരനാരായണൻ സന്തോഷമായി. വൈകിയാണെങ്കിലും നിനക്ക് ബുദ്ധി ഉദിച്ചല്ലോ, ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയല്ലോ, ഇനിയിപ്പം നീ അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്നല്ലേ പറഞ്ഞേ? അല്ല, ആരുടെ പ്രേരണ കൊണ്ടൊന്നും അല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല അച്ചാന്ന് പറയണം. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. അല്ല, നീ ആ ചക്രപാണിയുടെ കൂടെ ഇപ്പം ജോലിക്ക് പോണില്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ ചക്രപാണി സാറിൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം. ഇത്രയും കാലം നീ പഠിച്ചല്ലേ, നല്ല വിദ്യാഭ്യാസവും വിവരമുള്ള കുട്ടിയല്ലേ. അപ്പം നീ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അല്ല, നാളെ മുതൽ നീ ജോലിക്ക് പോകുന്നുണ്ടോ? വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്താവാൻ അച്ഛാ? നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം കൂടെ അറിഞ്ഞായിരുന്നു. നീ ആ ശ്രീനിവാസനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അതെ, സൂക്ഷിച്ചും കണ്ടും വേണം. കാരണം ശത്രുക്കളോട് ഇടപെടുമ്പം ആ രീതി വേണം മുന്നോട്ട് നീങ്ങാനായിട്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എനിക്കറിയാച്ചാ എൻ്റെ ശത്രുക്കൾ ആരാന്നിപ്പം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ രീതിയിലോ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. ഒരു കാരണവശാലും ഞാൻ ഇനി ആർക്കും പിടികൊടുക്കത്തില്ല. വേദ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശങ്കരനാരായണന് വ്യക്തമായില്ല. കാരണം അയാളുടെ വിചാരം ശ്രീനിവാസനെ കുറിച്ചായിരിക്കും വേദ പറഞ്ഞതെന്ന്. പക്ഷെ വേദയുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ ശ്രീകാന്താന്നുള്ള കാര്യം വേദയ്ക്കല്ലേ അറിയത്തുള്ളൂ. പിന്നീട് ശങ്കരനാരായണൻ പറഞ്ഞു, എന്നാൽ ശരി, നീ കിടന്നോ, ഞാൻ അങ്ങോട്ട് പോയേക്കുക, എനിക്കൊരു കേസിനെ കുറിച്ച് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വേദയോട് പറഞ്ഞിട്ട് ശ്രീനിവാസൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വേദയോട് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയം വേദ ഇങ്ങനെ ആലോചിച്ചു. അച്ഛന് ഭയങ്കര സന്തോഷവും സമാധാനമാണ്. പക്ഷേ തൻ്റെ സന്തോഷ സമാധാനം എന്താണെന്ന് അച്ഛൻ അറിയില്ലോ എന്നൊരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലുണ്ടായി. ശങ്കരനാരായണൻ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് അങ്ങോട്ട് വന്നു. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ചോദിച്ചു, അല്ല നീ ഇതെങ്ങോട്ടാ? വേദയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, ഇനിയിപ്പോൾ വേദയെ കണ്ട് ശല്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. ആ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം കാരണമാണ് വിക്രത്തെ ഉപേക്ഷിച്ച് അവൾ ഇങ്ങോട്ടേക്ക് പോന്നേന്ന്. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. പിന്നെ നമ്മളിനി ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കാതിരുന്നാൽ മതി. ഇനിയിപ്പം നാളെ വന്നിട്ട് ആ വിക്രം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചു പോവുക എന്നൊരു പേടി എൻ്റെ മനസ്സിലുള്ളൂ. അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അച്ഛാ, ഞാൻ അവളോട് വെറുതെ ഒന്ന് സംസാരിക്കട്ടെ. അതെ, കൂടുതൽ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ട, അറിയാലോ. അവൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരി അച്ഛാ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് മുറിയിലേക്ക് കയറി ചെന്നു. ആ സമയം വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശ്രീകാന്ത് എന്നിട്ട് ചോദിച്ചു, ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? എന്താ, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. നീ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കാരണം ശ്രീനിവാസൻ കാരണമാണ് നീ ഇങ്ങോട്ട് പോകുന്നതെന്ന്. അതെന്താളും നല്ല കാര്യമാണ്. എന്താണെങ്കിലും ഞാനാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നീ പറഞ്ഞില്ലല്ലോ. നീ പറയില്ല എന്ന് എനിക്കറിയാം. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പിന്നെ ഒരു പിടിച്ചുതീർപ്പ് ഉണ്ടാകത്തില്ല. അത് കേട്ടപ്പം വേദ പറഞ്ഞു, അതെ, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ അനുസരിച്ചു. അപ്പം ഇനി നിനക്ക് എന്തു ആവാന്നാണോ? ഭീഷണിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്നെ കരുതിക്കോ. എടി, നീ എന്തിനാടി ആ ഒന്നുമല്ലാത്ത വീട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് കുരയ്ക്കണത്? നിനക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ കത്തിമുനെ തീരണ്ട നിന്റെ ഭർത്താവോ, പിന്നെ ഒരു വീടെന്നൊക്കെ പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്കിനി എൻ്റെ ഭർത്താവിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ പറയാൻ യാതൊരു അവകാശവും ഇല്ലെന്ന് പറഞ്ഞു ശ്രീകാന്തിനോട്. എന്താടി ഞാൻ പറഞ്ഞാൽ? പറയാൻ അവകാശം ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ നിങ്ങൾ കത്തിമുനെ തീരുന്ന കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ എന്തേലും വിക്രത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളായിരിക്കും എന്ന് പറയാണ്. നിങ്ങളോ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം നിനക്ക് ആ വിശ്വാസമൊക്കെ ഉണ്ടല്ലേ? അതെ, എനിക്ക് ആ വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങനെ എന്തേലും സംഭവിച്ചാണ്ടല്ലോ പിന്നെ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പൊന്നോ, ഞാനിങ്ങ് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നീ ഇത്ര രോഷാകുലി ആയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പറയുന്ന പോലെയൊക്കെ അനുസരിക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിലുണ്ടല്ലോ, ഈ ശ്രീകാന്ത് ആരാന്ന് നീ ശരിക്കും അറിയുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ നിന്നോട്. അപ്പോഴേക്കും വേദ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട, എന്നോട് സംസാരിക്കുകയും വേണ്ട. നിങ്ങളെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലോ, ഞാൻ നിന്റെ സഹോദരനായി പോയില്ലേ? സഹോദരനോ? നാണമുണ്ടോ അങ്ങനെ പറയാനായിട്ട്? പെങ്ങളുടെ ജീവിതം തകർക്കാൻ നടക്കുന്നവനാ നിങ്ങൾ, എന്നിട്ട് സഹോദരനാന്നും പറഞ്ഞ് വന്നിരിക്കുന്നു. ഇനി ആ ലേബലിലേക്ക് നിങ്ങൾ കയറി വരേണ്ട കാര്യമില്ല. എടി, എല്ലാവരുടെയും കണ്ണിൽ എനിക്ക് പൊടിയിട്ടല്ലേ മതിയാവുള്ളൂ. ഇവിടെയുള്ളവർക്ക് അറിയത്തില്ലോ ഞാൻ കാരണം നീ വന്നേന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരും, പതിവ് പോലെ നിന്നോട് സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ശരി, കാണാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് വേദ പറഞ്ഞു, ശ്രീകാന്തേ, നിന്നെ പേടിച്ചിട്ടല്ല വേദ ഇപ്പം നീ പറയുന്നതൊക്കെ അനുസരിക്കുന്നേ. നിന്റെ അമ്മായച്ചൻ ആ ചന്ദ്രശേഖരനെ ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും. എന്നാലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ. ഈ വേദയെ നിനക്ക് ശരിക്കും അറിയത്തില്ല, നീ അറിയാൻ പോകുന്നുള്ളൂ എന്ന്
വേദ ഇങ്ങനെ പറയാണ്, ഇതെൻ്റെ സത്യമാണ്. അങ്ങനെ വേദ സത്യം ചെയ്ത് പറയാം. അപ്പം വേദ വെറുതെ ഒന്നുമല്ല അവിടെ വന്നിരിക്കുന്നത്. വേദയുടെ പിന്നിൽ അതിൻ്റെ പിന്നെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. വേദയ്ക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന്. അപ്പം ശ്രീകാന്ത് പറയുകയും ചെയ്തു, അച്ഛനോട് നീ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയരുന്ന്. അപ്പം വേദയ്ക്കറിയാം പറയേണ്ട ആരോടാ അല്ലാത്ത ആരോടാന്നൊക്കെ. അതിങ്ങനെ വെറുതെ വിടാനായിട്ട് വേദ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വിക്രം അനിയൻകുട്ടനോടും രാജേട്ടനോടും ഒക്കെ ഇപ്പോൾ ചായക്കടയിലായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ പറഞ്ഞു, അവൾക്കൊന്ന് പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നോ? അവൾ അങ്ങനെ പറയാതെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അനിയൻകുട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ നീ അവളോട് പോയി സംസാരിക്കണമെന്ന് പറഞ്ഞു. ജോസഫ് പറഞ്ഞു, സംസാരിച്ചാലും അവൾക്ക് ചിലപ്പോൾ പറയാനുള്ളത് എന്തായിരിക്കും എന്നറിയാലോ. ശ്രീനിവാസ് സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും പറയാനുള്ളത്. അനിയൻകുട്ടൻ പറഞ്ഞു, നീ ആ കൂട്ടുകെട്ട് വിടണം വിക്രം, എന്നാലോ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. വിക്രം പറഞ്ഞു, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, നീ എന്നിട്ട് ശ്രീനി സാറിനോട് പോയി പറഞ്ഞോ? ഞാൻ പറഞ്ഞു, സാറിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നേ, ഇലക്ഷൻ വരെ കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ അതാടാ അതിൻ്റെ ശരി. നിന്റെ ജീവിതം നീയായിട്ട് തല്ലിക്കെടുത്തരുത്. പക്ഷേ എന്തോ ഞങ്ങൾക്കൊന്നും ഇത് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. കാരണം അവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിക്രം മലയാട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ വീട് വിട്ടു പോയത്. അപ്പം അതിനെക്കുറിച്ചുള്ള ടെൻഷൻ അവർക്കും ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് വേദ മുറിയിൽ ഇങ്ങനെ ആലോചിച്ച് കിടക്കുക വിക്രത്തെക്കുറിച്ച്. വിക്രം ആദ്യം തന്നെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോയതൊക്കെ അന്ന് വിക്രം പറഞ്ഞ കാര്യങ്ങൾ. അതെ, നിന്നെ എനിക്കിവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയി. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്ന് വെച്ച് കെട്ടിയതൊന്നുമല്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള ആ വഴക്കും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ നീ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇച്ചിരി വേദനയും വിഷമമൊക്കെ ഉണ്ട്. സാരമില്ല, എന്നാലും കുഴപ്പമില്ല, നീയുള്ള കുറച്ച് ദിവസങ്ങൾ നല്ല അടിപൊളിയായിരുന്നു അന്ന്. അതൊക്കെ വിക്രം പറഞ്ഞൊക്കെ വേദയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതും കയറാനൊക്കെ പറഞ്ഞ് താൻ ബൈക്കിന് പിന്നീട് കയറിയതൊക്കെ. അതുമാത്രമല്ല, പിന്നീട് അച്ഛമ്മ വീണ്ടും തങ്ങളുടെ വിവാഹമൊക്കെ നടത്തി തറവാട്ട് വീട്ടിൽ വെച്ച് തങ്ങളുടെ ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട് മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ട് വിട്ടത്. അങ്ങനെ മണിയറയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രവും താനും തമ്മിലുള്ള സംസാരമൊക്കെ ഒരിക്കലും അങ്ങനെ ഒരു ഹണിമൂണൊന്നും ആ സമയത്ത് തങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല ആദ്യരാത്രി ഒന്നും. അന്ന് വിക്രം പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെ കെട്ടി എഴുന്നള്ളി വന്നിരിക്കുന്നേ. രണ്ടുപേരും കൂടെ മുറി കിടന്ന് വഴക്കുണ്ടാക്കിയത്. പക്ഷെ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം കാട്ടിൽ പെട്ടുപോയ സമയത്ത് തൻ്റെ കാല് മുറിഞ്ഞ സമയത്ത് തന്നെ കോരി എടുത്തുകൊണ്ട് പോകുന്ന വിക്രം, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം വല്ലാത്തൊരു സങ്കടമായി വേദയ്ക്ക്. ഓർക്കും തോറും കരച്ചിൽ സഹിക്കാൻ പറ്റിയില്ല. വേദ തലയണിൽ മുഖം വർത്തി കിടന്ന് കരയുവാണ്. എന്ത് ചെയ്യാൻ പറ്റും, കരയാതെ വേറെ നിവൃത്തിയില്ലല്ലോ. കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ പറ്റുള്ളൂ. പക്ഷെ വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രത്തിനെ കാണാതെ വല്ലാത്ത ടെൻഷനിൽ കമലയും ശ്രീജയും കൂടെ ഇരിക്കുന്നത്. ഇതുവരെയായിട്ടും വിക്രം വന്നിട്ടില്ല. അപ്പോഴേക്കും കമലയോട് ശ്രീജ പറഞ്ഞു, അതെ അമ്മേ, കുറച്ച് താമസിച്ചിട്ട് അവനെ മിക്കപ്പോഴും വരുന്നതല്ലേ അമ്മ, ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നാലും എൻ്റെ മോന് ഇതുവരെയായിട്ടും വരാത്തതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണേ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കമ്മേ. ഉറപ്പായിട്ടും വിക്രം ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. ഇല്ല, ഇനി അവന് സങ്കടം കാരണമാണ് അവൻ വരാത്തെ. അതറിയില്ല, അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഒന്ന് സമാധാനപ്പെടാൻ പറയണ. അല്ല മോളെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേദ ഇവിടുന്ന് പോയതിൽ അവള് ഒരു വാക്ക് പോലും പറയാതെയല്ലേ പോയത്. അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മേ, എനിക്കറിയാം അമ്മയുടെ ബുദ്ധിമുട്ട് എന്താന്ന്. ഒരു പക്ഷേങ്കിൽ അവൻ്റെ ഉള്ളിൽ അവളെക്കുറിച്ചുള്ള ചിന്തകൾ കാണുമായിരിക്കും. അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 2 ദിവസം അവർ കാണാതെ മാറി നിന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ ഉള്ളിലെ സ്നേഹം എന്തെന്ന് അവർ തിരിച്ചറിയും. ഒരുപക്ഷെ ഇപ്പോഴിങ്ങനെ ഈ കടന്ന് കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ടല്ലോ, അതൊന്നും അല്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ. പുറമെ കാണിക്കുന്നതൊക്കെ കാണത്തുള്ളമ്മേ, അവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്. അപ്പോഴേക്കും കമല ചോദിച്ചു, സത്യമാണോ മോളെന്ന് ചോദിച്ചു. അതെ അമ്മേ, അവർക്ക് തമ്മിൽ പരസ്പരം അങ്ങനെ അധിക ദിവസമൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. അവർ തമ്മിൽ ഒന്നിക്കുമെന്ന് പറയണം. സത്യമാണോ? നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ. നിന്നെപ്പോലൊരു മൂത്ത മരുമോള് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള ഉണ്ടായത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയൊന്നും പറയല്ലമ്മേ. അതെ, ഞാനങ്ങനെ പറയും. നിന്നെപ്പോലെ തന്നെയാണ് വേദ. ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യമാണ്. അതുപോലെ തന്നെയല്ലേ നീ പറഞ്ഞത്, അവൾ ഉറപ്പായിട്ടും വരുമെന്ന്. അങ്ങനെ തന്നെ വരണം അവൾ, അതാ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം ഇങ്ങോട്ട് വരുന്നു. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ കമല എന്നിട്ടിച്ചു, നീ ഇത് എവിടെയായിരുന്നോ എത്ര സമയം? അതെ, ഞാൻ വർക്ക്ഷോപ്പിലായിരുന്നു. എടാ മോനെ, നീ ഒന്നും കഴിച്ചില്ലോ, വാ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. വെറുതെ കള്ളത്തരം പറയണ്ട, എനിക്കറിയാലോ. ഒടുവിൽ വിക്രം പറഞ്ഞു, എനിക്ക് വിശക്കുന്നില്ലമ്മേ, ആഹാരം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? വേണ്ടാത്തതുകൊണ്ടല്ല അമ്മേന്ന് പറഞ്ഞു. എടാ, നിന്റെ മനസ്സിൽ ടെൻഷനുണ്ടോ? ദേ അമ്മേ, ഞാൻ കഴിക്കാത്തതുകൊണ്ടാണോ? വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓർത്തിട്ടാണോ? അങ്ങനെ ഓർത്തിട്ടാണോ?
ഒരിക്കലും അല്ല, എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലയെന്ന് പറയണം. ഇതേ വിക്രം, നീ വെറുതെ കള്ളത്തരം പറയണ്ട, നിന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാമെന്ന് ശ്രീജ പറഞ്ഞു. ആ സമയം വിക്രം പറഞ്ഞു, എന്ത് ചെയ്യാനാ ശ്രീജ അടുത്തേ, അവൾ ഒരു ചെക്ക് വെച്ചിരിക്കുമല്ലേ, എനിക്ക് അപ്പുറത്തേക്ക് മറികടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇത്രയും കാലം അവൾ എന്തായതാന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അവളുടെ കഴുത്തിൽ താലി കിട്ടുന്ന സമയത്ത് ഏതോ ഒരുത്തി അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പതുക്കെ പതുക്കെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഓരോ ദിവസവും കഴിയുന്തോറും അവൾ എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പക്ഷേ ഞാൻ അവളുടെ മുന്നിൽ ഒരിക്കൽ പോലും മനസ്സ് തുറന്നിട്ടില്ല. അങ്ങനെ ഇഷ്ടം തോന്നിയ സമയത്തൊക്കെ ഞാനൊരു അകലം പാലിച്ച് മാറി നിന്നിട്ടുള്ളൂ. എൻ്റെ കണ്ണ് അവളുടെ കണ്ണിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ മാറി മാറി നടന്നു. പക്ഷേ ഇപ്പം ഞാനത് തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു വിഷമം വേദന എന്തായിരുന്നു അവളെ കാണാതിരിക്കണ നിമിഷത്തിൽ. ചിലപ്പോൾ ഇതിനൊക്കെ ആയിരിക്കുമല്ലേ അമ്മേ ഇഷ്ടമെന്ന് പറയണേ. അതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്കും ശ്രീജിക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അമ്മേ, എനിക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവൾ എന്നോട് പറയാതെ പോയി കഴിഞ്ഞപ്പം എൻ്റെ മനസ്സ് നന്നായിട്ട് നീറിയുമേ. എടാ മോനെ വിക്രം, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലടാ. സങ്കടപ്പെട്ടല്ലമ്മേ, ഒരു പക്ഷേ ഞാൻ അവളോട് ഇന്നും വാശി കാണിച്ച് അകന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അവൾ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. അവൾ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാശിയൊന്നും കാണിക്കത്തില്ല. അവൾ പറയുന്നതൊക്കെ അനുസരിക്കുമേ. അങ്ങനെ ഞാൻ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീജ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കട വിക്രം, അവൾ തിരികെ വരിക തന്നെ ചെയ്യും. അവൾക്ക് അങ്ങനെ പോയി നിൽക്കാൻ പറ്റില്ല, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെ സമാധാനിപ്പിച്ചു. വിക്രം അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് കമലയോട് ശ്രീജ പറഞ്ഞു, ഇനി അമ്മ പോയി കിടന്നു, അമ്മയ്ക്ക് സമാധാനമായില്ലേ? അതെനിക്ക് സമാധാനമായി. എൻ്റെ ഭഗവാനെ, എത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ മതിയായിരുന്നൊക്കെ കമല പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.